ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിഷു സ്പെഷ്യൽ ഷോപ്പിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ വാവാച്ചിണ്ട്. ഞങ്ങളൊരു വിഷു സ്പെഷ്യൽ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷുക്കോടി എടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനോ ഒന്നും അല്ല കേട്ടോ പോണത്. വിഷു ക്രാക്കേഴ്സാണ് കേട്ടോ. ക്രാക്കേഴ്സ് ഇല്ലാണ്ട് എന്ത് വിഷു ആണല്ലേ, ഒരു പൂത്തിരിയെങ്കിലും കത്തിക്കാത്ത നമുക്ക് വിഷു ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നല്ല റീസണബിളായിട്ട് നമുക്ക് ക്രാക്കേഴ്സ് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിലേക്കാണ് കേട്ടോ പോണത്. ഇതുള്ളത് മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരിക്ക് അടുത്തുള്ള ആവണ്ടിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുന്നംകുളത്ത് നിന്ന് പോകുമ്പോൾ എരമംഗലം മാറഞ്ചേരി ആ റൂട്ടിനാണ് പോകുന്നത്. അപ്പോൾ മാറഞ്ചേരി കഴിഞ്ഞിട്ട് പനമ്പാട് കഴിഞ്ഞിട്ട് ആവണ്ടിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പുള്ളത്. പിന്നെ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പുത്തമ്പള്ളി റോഡിന് പനമ്പാട് വളവിലാണ് കേട്ടോ ഷോപ്പുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വിഷുവിന് മാത്രമല്ല എല്ലാ ഉത്സവങ്ങൾക്കും, ക്രിസ്മസ്, റംസാൻ, അതുപോലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, എല്ലാ സീസണിലും ഇവിടെ ഈ ഒരു ഷോപ്പ് അവൈലബിൾ ആയിരിക്കും. എല്ലാ കളക്ഷൻസും ഇവിടെ അപ്പോൾ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ കാണുമ്പോൾ ചെറിയ ഷോപ്പാണെങ്കിലും ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് ഗോഡൗണും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവരുടെ സ്റ്റോക്കൊക്കെ ഒന്ന് നോക്കി. അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള ക്രാക്കേഴ്സ് തൊട്ട് വലിയ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്കൈ ഷോട്ട്സ് വരെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെയുള്ള കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നോക്കിയാലോ. അപ്പോൾ ഇതൊരു ഗദയുടെ ഷേപ്പിലുള്ള ഒരു പൂത്തിരിയാണ് കേട്ടോ. പിന്നെ ഇത് കുറേ ലാത്രികൾ ഒന്നിച്ച് ഒരു കുടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്നിച്ച് കത്തിക്കാനുള്ള ഒരു മെഷീനാണ്. പിന്നെ നോർമലി നമ്മൾ കാണുന്ന നിലച്ചക്രങ്ങളും പിന്നെ പല വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കുറ്റികളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പല ഷേപ്പിലും പല കളറിലും ഒക്കെ കത്തുന്ന തരത്തിലുള്ള മേശപ്പൂ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് സ്വാഡിൻ്റെ ഷേപ്പിൽ കുട്ടികൾക്ക് അത്ര ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള പൂത്തിരികളാണ്. പിന്നെ ഇത് ലയൻ്റെ ഷേപ്പിലുള്ളൊരു ക്രാക്കറാണ് കേട്ടോ. ഇതിൻ്റെ 3 സൈഡിൽ നിന്നും കത്തി വരും എന്നാണ് പറഞ്ഞത്. പിന്നെ വലിയ വലിയ സ്കൈ ഷോട്ട്സ് ഉണ്ട്. അത് കുറേ നേരം നിന്ന് കത്തുന്ന വലിയ വലിയ ഉത്സവങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്കൈ ഷോട്ട്സും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒറ്റയ്ക്കുള്ള സ്കൈ ഷോട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ പല റെയിൻബോ കളേഴ്സിലുള്ള പല വെറൈറ്റി ഓഫ് മേശപ്പൂ ഇവിടെ ഉണ്ട്. അങ്ങനെ എടുത്ത് പറയാൻ പറ്റാത്ത അത്രയും കളക്ഷൻസാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഞങ്ങളുടെ പർച്ചേസിംഗ് ആണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒരു ഗദ ഉണ്ടായിരുന്നു കേട്ടോ. ഗദ നല്ല രസമുണ്ടായിരുന്നു, അതിങ്ങനെ പിടിച്ച് കത്തിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഞാൻ അവിടെ ഉള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക, പണ്ട് നമ്മൾ കത്തിച്ചേർന്ന പോലത്തെ സാധനങ്ങളും അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള കുറേ ക്രാക്കേഴ്സൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വിഷുവിന് മുമ്പ് തന്നെ വേഗം വന്ന് ഈ ക്രാക്കേഴ്സൊക്കെ പർച്ചേസ് ചെയ്യുക, ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.